മാറ്റാൻ കഴിയും. आपके परिवार को देखकर लोग बोलते होंगे, अरे इसका जीवन, इसका बच्चा तो नाश हो गया, अब कुछ नहीं होगा। लेकिन मैं गवाही के समान खड़े रहकर आपको कहना चाहता हूँ, अवस्थाओं को बदलने वाला मेरा परमेश्वर आज भी जीवित है। നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ തലമുറയെ നോക്കി, നാട്ടുകാർ, വീട്ടുകാർ, ചുറ്റുമുള്ളവർ പറയും, ഈ സന്തതി, ഈ പൈതൽ, നിന്റെ തലമുറ ഒരിക്കലും ഗതിപിടിക്കത്തില്ലെന്ന്. പക്ഷെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. यहाँ पे मेरी गवाही की ओर बढ़ना चाहता हूँ। എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ मैं ആഗ്രഹിക്കുന്നു. विश्वास करता हूँ यहाँ पे जितने भी बैठे हैं सबके अंदर बचपन से कोई एक सपना होता है। നിങ്ങളുടെ ചെറുപ്പം മുതൽ ഇവിടെ ഇരിക്കുന്ന പ്രത്യേക ചെറുപ്പക്കാരുടെ ഉള്ളിൽ ചെറുപ്പം മുതൽ എന്തെങ്കിലും ഒരു സ്വപ്നം കാണും. मुझे बड़ा होके कुछ बनना है, ये मेरा ड्रीम है, ये मेरा पैशन है, मुझे पूरा करना है। എനിക്ക് വലുതായി കഴിഞ്ഞ ആരെങ്കിലും ആകണം, ഇത് ചെയ്യണം, ഇപ്രകാരം ജീവിതത്തെ നയിക്കണം. मेरा भी एक सपना था कि मुझे बड़े होके एक इंजीनियर बनना है। എന്റെ ഒരു വലിയ സ്വപ്നമാണ് കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു എഞ്ചിനീയർ ആകണമെന്നാണ്. मैं एक क्रिश्चियन परिवार में जन्म हुआ, मेरा एक क्रिश्चियन परिवार में जन्म हुआ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. और क्रिश्चियन परिवार में जन्म होने के कारण मुझे क्रिश्चियन रूप में बड़ा किया गया। क्रिश्चियन स्टोरीज, वचन मुझे बचपन से मेरी मम्मी सिखाती थी। ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്തീയ കഥകളിലും ക്രിസ്തീയ അനുഭവങ്ങളിലും എന്നെ വളർത്തി. और मैं बोलता था मुझे बड़े होके इंजीनियर बनना है। ഞാൻ പറയുന്ന കാര്യം ഇതായിരുന്നു, എനിക്ക് വലുതായി കഴിഞ്ഞ ഒരു എഞ്ചിനീയർ ആകണം. पर मेरी मम्मी कहती थी कि हमने तुझे सेवकाई के लिए समर्पित किया हुआ है। പക്ഷെ എന്റെ അമ്മ എപ്പോഴും പറയും, ഞങ്ങൾ നിന്നെ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചതാണ്. मैं बोलता था सेवकाई करेंगे लेकिन काम ज्यादा करेंगे। ഇനി ഞാൻ ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു എഞ്ചിനീയർ ആകുമെന്ന് ഉറപ്പാണെന്ന് ഞാൻ തിരിച്ചവരോട് और स्कूल टाइम से मैं अपने चर्च में सेवकाई की मदद करने लगा। സ്കൂൾ സമയം മുതലേ സഭയിലെ ശുശ്രൂഷകളിലൊക്കെയും ഞാനും കൂടെ പങ്കാളിയായിരുന്നു. जैसे ही मेरा 10th क्लास खत्म हुआ, मैंने सोचा क्यों ना अपने सपने को पूरा किया जाए और डिप्लोमा करके इंजीनियरिंग का एक स्टेप को लिया जाए। 10ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഓർത്തു, ഡിപ്ലോമ എടുത്ത് എഞ്ചിനീയറിംഗ് എന്ന എന്റെ വലിയ സ്വപ്നത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരു ചുവടുവെപ്പ് വെച്ചാലോ. मैं बहुत ज्यादा पढ़ाकू नहीं था, एकदम मीडियम पढ़ने वाला एक बंदा था। ഞാൻ വലിയ പഠിത്തത്തിൽ വലിയ മികവുള്ള കേമനായ വ്യക്തിയൊന്നുമല്ലായിരുന്നു, മിതമായ പഠിക്കുന്ന വ്യക്തിയായിരുന്നു. मैंने पूरा प्लान पूरा रख दिया था कि मुझे डिप्लोमा करना है, डिग्री करना है, मास्टरेट करना है, पूरा मैंने सेटल कर दिया था अपने मन में। എന്റെ മനസ്സിൽ എന്റെ ജീവിതത്തെ മൊത്തം ഞാൻ സെറ്റ് ചെയ്തിരുന്നു. ഡിപ്ലോമ ചെയ്യണം, ഡിഗ്രി ചെയ്യണം, എഞ്ചിനീയറിംഗ് ചെയ്യണം. हम एक मिडिल क्लास परिवार के होने के कारण हमने हमारे बजट में आने वाला एक कॉलेज को यहाँ वहाँ ढूंढने लगे। ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ആയ ഫാമിലിയിലായതുകൊണ്ട് ഞങ്ങളുടെ ഭൗതികത്തിൽ ഒതുങ്ങുന്ന ഒരു കോളേജ് തിരഞ്ഞെടുക്കാൻ ഇടയായി. और हमारे घर से करीबन 3 घंटे ट्रेन में यात्रा करने के बाद एक कॉलेज के बारे में पता चला हमें। ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്താൽ ഉള്ള ഒരു കോളേജിനെ കുറിച്ച് കേട്ടു. हमने हमारे बजट में देखा, फिट था, तो हमने एडमिशन भी वहां पे ले लिया। അത് നല്ലൊരു ഞങ്ങളുടെ സാമ്പത്തികത്തിന് ചേരുന്ന ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അഡ്മിഷൻ എടുത്തു. वहां पे हॉस्टल में जाके मैंने ज्वाइन कर लिया। അവിടുത്തെ ഹോസ്റ്റലിൽ ഞാൻ പോയി താമസിക്കാൻ തുടങ്ങി. 1 महीना खत्म हुआ, ഒരു മാസം കഴിഞ്ഞു, 2 महीना खत्म हुआ, 2 മാസം കഴിഞ്ഞു. कुछ महीने खत्म होने के बाद पता चला कि कॉलेज एक नकली कॉलेज है। ഞാൻ അവിടെ പഠിച്ച കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വ്യാജ കോളേജിലാണ് ഞാൻ ചേർന്നത്. उसको गवर्नमेंट वैल्यू कुछ भी नहीं है, ഗവൺമെന്റ് അംഗീകാരം ഒന്നും ആ കോളേജിനില്ല. ओपन स्टेट है। और उसको जब एडमिशन लेने गए तो उन्होंने बोला बहुत अच्छा कॉलेज है, गवर्नमेंट अप्रूव्ड है, सब है, लेकिन बाद में पता चला ऐसा कुछ भी नहीं है। ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് വെറും തട്ടിപ്പാണ്, അതൊരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെന്ന് मेरा മനസ്സിലായി. सपना टूट गया था, मुझे लगा था अब मुझसे कुछ नहीं होने वाला। എന്റെ സ്വപ്നം മൊത്തം തകർന്ന് തരിപ്പണമായി. ഈ ഭാവി എന്താകുമെന്ന് ഞാൻ ये ഭയപ്പെട്ടു. मेरा 4th स्टैंडर्ड का सपना था जो मुझे टूटता हुआ नजर आ रहा था। 4ാം ക്ലാസ്സിലെ എന്റെ ആ ചെറിയ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന സ്വപ്നമാണ് ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത്. मैं सोच रहा था अब मैं कहाँ जाऊँ, क्या करूंगा, और वहीं पे मैं एक छोटा लेबर का काम करने लगा। ഇനി ഞാൻ എന്ത് ചെയ്യും, എവിടെ പഠിക്കും, പണം നഷ്ടം. അവിടെ ഞാൻ ഒരു തൊഴിലാളി ജോലിക്ക് ശ്രമിക്കാൻ തുടങ്ങി. 12 घंटे काम करता था, मुझे 200 रुपए मिलते थे। 12 മണിക്കൂർ ഞാൻ ജോലി ചെയ്ത് 200 രൂപ. कार्टून के बॉक्स एक जगह से दूसरे जगह लेके जाता था। ഒരു നിറച്ച കാർട്ടന്റെ ബോക്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. स्प्रे के कंपनी में ढक्कन बंद करने का काम करता था। സ്പ്രേ കമ്പനിയിൽ ആ സ്പ്രേയുടെ അടപ്പ് ഫിക്സ് ചെയ്യുന്ന പരിപാടി. ये काम करते हुए मेरा मन टूटा हुआ था क्योंकि मेरा सपना टूटा हुआ मुझे नजर आ रहा എന്റെ था। സ്വപ്നങ്ങൾ തരിപ്പണമായതുകൊണ്ട് എന്റെ മനസ്സ് തകർന്ന് അടിഞ്ഞുപോയി. कई रात में रो रो के अपने रात को बिताता था। ഒത്തിരി രാത്രികൾ കരഞ്ഞ് ഞാൻ രാത്രികൾ കഴിച്ചു. जैसे तैसे करके मैंने वहां पे रह के उस कोर्स को खत्म करने के बाद घर पे मैं अपने वापस आया। അവിടെ കുറച്ച് നാളുകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എല്ലുമുറക പണിയെടുത്ത് ആ കോഴ്സ് ഞാൻ തീർക്കാനിടയായി. और वापस आने के बाद यहाँ वहां पे जॉब ढूंढा तो कॉल सेंटर में मुझे जॉब लग गया। അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കോൾ സെന്ററിലാണ് ജോലി കിട്ടിയത്. और अच्छे खासा मैं इनकम कमाने लग गया। ഒരു നല്ലൊരു സാമ്പത്തിക വരുമാനം നേടുവാൻ തുടങ്ങി. जैसे जैसे पैसा मेरे पास आने लगा मैं परमेश्वर
से दूर होने लगा। എന്റെ കയ്യിൽ പണം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ഞാൻ കർത്താവിൽ നിന്ന് അകന്നു പോയി. मैं एक चेन स्मोकर करके उधर से निकलने लगा। ഞാൻ അവിടെ നിന്ന് പുകവലിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായി അവിടുന്ന് പുറത്തു വന്നു. दिन रात मैं सिगरेट पीता रहता था। രാവും പകലും സിഗരറ്റ് അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുക. मैं चर्च में जाता था, प्रार्थना करता था, सब लोग हाथ उठाते थे, मैं भी हाथ उठाता था, सब करता था, लेकिन बाहर निकलने के बाद मेरा एक अलग ही लाइफस्टाइल था। ഞാൻ ചർച്ചിൽ വരുന്നു, കൈപൊക്കുന്നു, ആരാധിക്കുന്നു, കാണുമ്പോഴെല്ലാം ഞാനൊരു ഭക്തനാണ്. പക്ഷെ പുറത്തുള്ള ജീവിതം വളരെ വികലമായ തരംതാണ ജീവിതമായിരുന്നു. जैसे जैसे पैसा ज्यादा आने लगा, मैं परमेश्वर से और ज्यादा दूर जाने लगा। എന്റെ കയ്യിലുള്ള പണം വർദ്ധിച്ചു വന്നതനുസരിച്ച് കർത്താവിൽ നിന്ന് ഞാൻ അകന്നു പോയി. और मैं गांजा और ड्रग्स का एडिक्ट हो गया। ഞാൻ പതിയെ ലഹരി വസ്തുക്കൾക്കും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി മാറി. इस ड्रग्स एडिक्शन की वजह से मैं मेरे परिवार से भी दूर होने लग गया। ഈ ലഹരി പദാർത്ഥങ്ങളുടെ ആ മത്ത് നിമിത്തം, അതിന്റെ ആസക്തി നിമിത്തം എന്റെ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന്, കൂടപ്പറപ്പുകളിൽ നിന്ന് ഞാൻ അകന്നുപോയി. मैं मम्मी पापा से बात नहीं करता था, खाली सिर्फ पैसे के लिए मैं बात करता था। ഞാൻ എന്റെ അപ്പനും അമ്മയുമായി സംസാരിക്കാതായി തുടങ്ങി. പണം വേണ്ടിയപ്പോൾ മാത്രം സംസാരിക്കും. मम्मी पूछती खाना चाहिए, मैं सर हिलाता था, पैसा चाहिए तो मैं मुंह से बोल के पैसा मांगता था। ആഹാരം വേണമെന്ന് ചോദിച്ച് തലയാട്ടി കാണിക്കും. പണം വേണ്ടിയപ്പോൾ മാത്രം നാവ് തുറന്ന് ഉച്ചരിച്ച് അത് ചോദിച്ചു വാങ്ങും. मैं बिल्कुल बात नहीं करता था, क्योंकि मुझे लगता था कि मेरी मम्मी पापा के वजह से, एक मिडिल क्लास में होने की वजह से मेरा सपना टूट गया। എന്റെ മനസ്സ് ഇടിഞ്ഞു പോയത് നിമിത്തം എന്റെ അപ്പനും അമ്മയും ഒരു മധ്യവർഗത്തിൽപ്പെട്ട വ്യക്തികളായതുകൊണ്ടാണ് എന്റെ സ്വപ്നങ്ങൾ തകർന്നെന്ന് പറഞ്ഞ് അവരോട് വൈരാഗ്യമായി. वो मुझे अच्छे कॉलेज में नहीं भेजी, इसलिए मेरा परिवार मेरा सपना टूट गया करके मुझे ऐसा लगा। എന്റെ ഉള്ളിലെ തോന്നൽ ഇതായിരുന്നു, അവരെന്നെ നല്ലൊരു സ്ഥാപനത്തിൽ വിടാഞ്ഞത് കൊണ്ടാണ് എന്റെ എഞ്ചിനീയർ ആകേണ്ട സ്വപ്നം തകർന്നു പോയത്. एक दिन मुझे मेरी मम्मी का कॉल आया। ഒരു ദിവസം എന്റെ അമ്മ എന്നെ വിളിച്ചു. मम्मी ने बोला बैंगलोर में एक अपॉर्चुनिटी है, तो क्या मौका देना चाहता है अपने आप को? ബാംഗ്ലൂരിൽ ഒരു അവസരമുണ്ട്, നീ അവിടെ പോകുമോ? मैंने बोला ठीक है, मैं अपने आप को एक और मौका देता हूँ। मैं सब कुछ बंद करके बैंगलोर में चला गया। ഞാൻ എല്ലാം നിർത്തിവെച്ച് ഒരു പുതിയ തുടക്കത്തിന് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. बैंगलोर में पहुंचा और कोर्स को मैंने ज्वाइन किया। ബാംഗ്ലൂരിൽ ഒരു കോഴ്സിന് ഞാൻ ചേർന്നു. कुछ महीनों के बाद वहां पे भी मैं एक लूजर के समान बाहर निकला। അവിടെയും ഞാൻ തോൽവിയായി പുറത്തിറങ്ങുകയാണ്. इंजीनियरिंग किया, वहां पे भी एक नंबर का लूजर। എവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, അവിടെ ഞാനൊരു തോൽവിയായി. यहाँ पे बैंगलोर में एक कोर्स करने गया, वहां पे भी एक लूजर। ബാംഗ്ലൂരിൽ മറ്റൊരു കോഴ്സ് പഠിക്കാൻ പോയി, അവിടെയും ഞാൻ ഒരു പരാജയമായി പുറത്തു और വരിക. वापस घर पे आकर मैं वापस पुराने जैसा कॉल सेंटर में काम करने लगा। പിന്നെയും ഞാൻ തിരിച്ചു വന്ന് കോൾ സെന്ററിൽ ജോലി ആരംഭിച്ച് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. रात को मुझे नींद नहीं आता था, जब मुझे ड्रग्स नहीं मिलता था मुझे नींद नहीं आता था। രാത്രി ഞാൻ ഉറങ്ങാറില്ല. ഡ്രഗ്സ് കിട്ടാതെ വരുമ്പോൾ എന്റെ സ്വഭാവം മാറുകയും ശൈലികൾ മാറുകയും ചെയ്തു. मुझे याद है एक दिन मैं कमरे के अंदर पड़ा हुआ था। ഒരു ദിവസം ഞാൻ ഇങ്ങനെ മദ്യത്തിന്റെ മയക്കമരുന്നിന്റെ ആസക്തിയിൽ ഞാൻ മുറിയിൽ और അടച്ചിട്ടിരിക്കുകയായിരുന്നു. कपड़ों को ऐसे खींचते हुए, बालों को खींचते हुए चिल्ला रहा था, क्यों मेरा लाइफ ऐसे हो गया? എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായെന്ന്, എന്റെ വസ്ത്രങ്ങളെ വലിച്ചുകീറിക്കൊണ്ട്, എന്റെ തലനാർമുടികളെ വലിച്ചുകീറിക്കൊണ്ട് ഞാൻ നിലവിളിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഞാൻ? मेरे स्कूल फ्रेंड्स, मेरे कॉलेज फ्रेंड्स अच्छे से लाइफ जी रहे, लेकिन मेरा लाइफ ऐसे कैसा हो गया? എന്റെ സ്കൂൾ സ്നേഹിതർ, എന്റെ കോളേജ് സ്നേഹിതർ ഇത്ര നല്ല ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തോൽവിയായി മാറിയത് എന്തുകൊണ്ട്? मेरा लाइफ क्यों फेलियर, मैं एक लूजर कैसे क्यों हो गया करके एक सवाल मैं उठा रहा था उस എന്റെ दिन। ജീവിതത്തിൽ അന്ന് രാത്രിയിൽ ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഞാൻ മാത്രം എന്തൊരു മഹാ തോൽവിയായി മാറി? और उस रात को मैंने स्वर्ग की ओर उंगली उठाकर कहा, ഞാൻ സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ये आखिरी बार है मैं उंगली आपकी तरफ उठा रहा हूँ, आज के बाद मेरा और आपका कोई भी रिश्ता नहीं होगा। ഇന്ന് ഞാൻ അവസാനമായി സ്വർഗത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ്. ഇനിയും ദൈവവുമായിട്ട് എനിക്ക് ഒരു ബന്ധവും വേണ്ട. आज तक मैंने सब माना, सब किया, जो आपने चाहा किया, लेकिन अब मैं आपके पास कभी नहीं आऊंगा। ഞാൻ ഇതുവരെ അങ്ങ് ആഗ്രഹിച്ചതൊക്കെ ചെയ്തു, പള്ളിയിൽ പോയി പലതും ചെയ്തു, ഒരു ഭക്തനായി ജീവിച്ചു, ഇനി ഞാൻ ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. अगले दिन मेरे पास मेरी मम्मी आई, संडे का दिन था अगले दिन, और मम्मी मेरे पास आई। അടുത്ത ദിവസം എന്റെ മമ്മി എന്റെ അടുക്കൽ വന്നു. സൺഡേയുടെ ദിവസമായിരുന്നു. मम्मी बोली चल चर्च में चलते हैं। ഞായറാഴ്ചയാണല്ലോ, സഭയിൽ പോകാമെന്ന് പറഞ്ഞു. मैंने बोला कौन से परमेश्वर की बात कर रहे आप? ഏത് ദൈവത്തിന്റെ കാര്യമാണ് നിങ്ങൾ क्यों പറയുന്നത്? मैं आऊं उस चर्च में जिस परमेश्वर ने मेरे जीवन को खराब कर दिया എന്റെ है? ജീവിതത്തെ ഇങ്ങനെ തരിപ്പണമാക്കിയ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. तुम जाओ, मैं नहीं आने वाला। നിങ്ങൾ പോക്കോ, ഞാൻ ഒരിക്കലും मेरी വരത്തില്ല. मम्मी आंसू के साथ उस दिन मुझसे एक बात कही, അന്ന് കണ്ണുനീരോടെ എന്റെ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു, एक दिन तू लौट के आएगा, मुझे विश्वास। ഒരു ദിവസം നീ മടങ്ങി വരും മകനെ. हम जब छोटे थे हमारे पास पैसा नहीं था चर्च में जाने के लिए। एक समय पे കൊച്ചിലെ ഞങ്ങളുടെ കയ്യിൽ പണമില്ലായിരുന്നു ചർച്ചിൽ പോകുവാൻ. 7 रुपए चाहिए था सिर्फ चर्च में जाने के लिए। 7 രൂപ മതിയായിരുന്നു സഭായോഗത്തിന് പോകാൻ. मैं और मेरी बहन बहुत छोटे थे। ഞാനും എന്റെ പെങ്ങളും വളരെ
കൊച്ചായിരുന്നു. मेरी मम्मी के पास 7 रुपए तक नहीं था चर्च में जाने के लिए. സഭയിൽ പോകുവാനുള്ള 7 രൂപ എന്റെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. मेरी मम्मी ने क्या किया, हम दोनों के हाथ को पकड़कर चर्च में उस दिन लेके गए. അന്ന് നടന്നുകൊണ്ട് വാഹന സൗകര്യം ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് സഭായോഗത്തിന് വേണ്ടി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ദൂരവേ പോയി. और उस दिन मम्मी रोते 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 बोल रही थी, तू एक दिन वापस लौट के आएगा करके. ഇന്ന് ഈ ദിവസം ഞാൻ സഭയിൽ പോകാൻ വൈമനസ്യം കാണിച്ചപ്പോൾ എന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ ഒരിക്കൽ മടങ്ങി വരും. और उसके बाद से मैंने अपने लाइफ को बहुत खराब रीति में जीने അത് लगा. കഴിഞ്ഞ് എന്റെ ജീവിതം അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. मैं सुबह 8 बजे से कभी रात को घर पे आता था, कभी बॉम्बे चला जाता था और दिन रात ड्रग्स करता रहता ഞാൻ था. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചിലപ്പോൾ രാത്രി മടങ്ങി വരും, ചിലപ്പം വരത്തില്ല, ബോംബെയിൽ പോകും. ഇങ്ങനെ മദ്യത്തിന് അടിമയായി, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീർന്നു. लेकिन मेरे अंदर हमेशा से एक वैक्यूम था, एक अंदर एक खालीपन था कि मेरा लाइफ ऐसे क्यों हो गया. ഇതിന്റെ എല്ലാം നടുവിൽ എന്റെ ഉള്ളിൽ ഒരു തീരാത്ത ഒരു അഗാധ ശൂന്യത ഉണ്ടായിരുന്നു. എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? जब मुझे नशा नहीं मिलता था, मैं मेरे बालों को खींचता था, यहाँ वहां कोने में कमरे में जाके ऐसे बैठ जाता था. എനിക്ക് മയക്കമരുന്നിന്റെ അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ മുടി പിച്ച് ചീന്തുകയും ഞാൻ വളരെ മോഹാത്സ്യപ്പെട്ട മുറിയുടെ ഒരു അറ്റത്തിരിക്കുകയും मुझे याद है एक दिन मेरे पापा मेरे पास आकर कहे कि हमें डर लगता है तेरा दरवाजा खोलने के लिए, हम पलंग में नहीं देखते, पंखे में देखते हैं हमारा बेटा आज जिंदा है या नहीं. ഒരു ദിവസം എന്റെ അപ്പൻ എന്റെ മുഖത്ത് നോക്കി എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, നിന്റെ മുറിയിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ഭയന്നാണ് കയറുന്നത്, നീ കിടക്കുന്ന കട്ടിലേക്കല്ല നോക്കുന്നത്, ആ ഫാനിലേക്ക് നോക്കി നീ തൂങ്ങി ചാകുകയാണോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. पूरी तरह से डिप्रेशन में मैं था. ഞാൻ പൂർണ്ണമായി ഒരു മനോരോഗി പോലെയായി. मेरे लिए कोई आशा नहीं था, എനിക്ക് ഒരു പ്രത്യാശയ്ക്കും मेरे लिए कोई भविष्य नहीं था. എനിക്ക് ഒരു ഭാവിയുമില്ല. मैंने खुद लिख के रख दिया था, मैं मरूंगा तो नशे में मरूंगा, लेकिन परमेश्वर के पास कभी नहीं ഞാൻ जाऊंगा. മരിച്ചാലും മദ്യം അല്ലെങ്കിൽ മയക്കമരുന്ന് സേവിച്ചായിരിക്കും മരിക്കുന്നത്, അതിന്റെ ആസക്തിയിലായിരിക്കും മരിക്കുന്നത്, ഒരിക്കലും ദൈവത്തിന്റെ അടുക്കൽ മടങ്ങാൻ പോകുന്നില്ല. एक दिन हमें कॉल आया ഒരു ദിവസം ഒരു വിളി വന്നു. और कॉल केरला से था. കേരളത്തിൽ നിന്നുള്ള വിളിയായിരുന്നു. मेरी मम्मी के पापा को कैंसर हुआ है और लास्ट स्टेज है, कुछ नहीं कर सकते करके डॉक्टर्स ने എന്റെ कहा. അമ്മയുടെ പിതാവ്, എന്റെ വല്യപ്പച്ചന് ക്യാൻസർ ആണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസാന ഘട്ടമാണ്. मैं मेरे नाना के बहुत क्लोज था. എന്റെ അപ്പച്ചനുമായി ഈ വളരെ അടുത്ത ഒരു ഇണയെടുപ്പം ഉണ്ടായിരുന്നു. मेरी मम्मी और पापा को अगर कैंसर आता मैं मुड़कर नहीं देखता, എന്റെ അപ്പനും അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു മാനസിക സ്ഥിതിയിലായിരുന്നു ഞാൻ. क्योंकि इतना मैं दूर था उनसे. അവരിൽ ഞാൻ അത്ര അകന്നുപോയി. लेकिन जैसे ही पता चला कि नाना को कैंसर हुआ है, हम लोग, मैं और मम्मी रातों रात केरला से यहाँ सूरत से यहाँ पे पहुंचे. എന്നാൽ ഇത്ര അടുത്ത് ഞാൻ ഒത്തിരി അധികം സ്നേഹിച്ച, എന്നെ ഒത്തിരി ലാളിച്ച എന്റെ അപ്പച്ചന് ക്യാൻസർ ആണെന്ന് കേട്ടപ്പോൾ സൂറത്തിൽ നിന്ന് രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടു. मेरे मन में हमेशा था कि पैसा से हम सब कुछ कर सकते हैं. ഞാൻ എപ്പോഴും ചിന്തിച്ചത്, പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. पैसे होंगे तो लोग पूछेंगे कैसा है, पैसा होगा तो लोग हमारे साथ रहेंगे. പണം ഉണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്തുണ്ട് വിശേഷം, ആൾക്കാർ കൂടെ നിൽക്കും. लेकिन हम केरला में पहुंचे, हर चीज कर रहे थे, उसका कोई उत्तर नहीं मिला. എന്നാൽ എന്റെ അപ്പച്ചന്റെ ഈ ഗുരുതരമായ വഷളാകുന്ന ആരോഗ്യസ്ഥിതിയിൽ എത്ര പണം മുടക്കിയിട്ടും എവിടൊക്കെ കാണിച്ചിട്ടും ഒരു പരിഹാരമില്ലാതെ പോയി. डॉक्टर्स ने बोला अब इनको घर पे लेके जाओ, हम कुछ नहीं कर सकते. വീട്ടിൽ കൊണ്ടുപോകുക, ഇത് ക്യാൻസറിന്റെ അവസാന ഘട്ടമാണ്. अगर आपको चाहिए तो प्रार्थना करो, जो करना है करो, लेकिन हम कुछ नहीं कर सकते. ഡോക്ടർമാർ കൈവിട്ടു, ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടു, നിങ്ങൾക്ക് വേണേ പ്രാർത്ഥിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇത് അവസാന ഘട്ടമാണ്. और घर पर उनको लेके आए, हम बहुत अच्छे से उनको ट्रीट करने लगे. വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നന്നായി തന്നെ ശുശ്രൂഷിച്ചു. जितना मैं देख सकता था उनको मैंने देखा. എനിക്ക് എത്രമാത്രം എന്റെ അപ്പച്ചനെ ശുശ്രൂഷിക്കാം. जब वो घर में पड़े हुए थे, लेटे हुए थे, बहुत सारे लोग उनसे मिलने के लिए आते थे. ഞാൻ ഒത്തിരി ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ അപ്പച്ചനെ കാണാൻ ഒത്തിരി പേര് ദൂരെ നിന്ന് വന്നു. जब जब कोई परमेश्वर के दास आते थे, वो बोलते थे मेरे लिए प्रार्थना मत करो, मेरे बच्चे के लिए प्रार्थना करो. ഏത് കർത്താവിന്റെ ദാസനും ഈ മരണത്തോട് മല്ലടിക്കുന്ന ഈ അപ്പച്ചന്റെ അടുക്കൽ വരുമ്പോ അവരോട് പറയുമായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, എന്റെ ഈ കൊച്ചുമോന് വേണ്ടി मैं तो ठीक हूँ, मेरे बच्चे के लिए प्रार्थना करो. എനിക്ക് വിഷയമില്ല, എന്റെ കൊച്ചുമോൻ അവൻ നശിച്ചു പോകരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. और बहुत सारे पास्टर्स मेरे लिए प्रार्थना करने लगे. അങ്ങനെ അപ്പച്ചനെ കാണാൻ വന്ന ദൈവദാസന്മാർ, ധാരാളം ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. वो मेरे लिए प्रार्थना करते थे, मैं प्रार्थना के बाद जाके सिगरेट पीता था. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പുറത്തു പോയി ഞാൻ വീണ്ടും പുകവലിക്കും. एक दिन मुझे याद है, एक पास्टर हमारे पास आया.
ഒരു ദിവസം ഒരു ദൈവദാസൻ വന്നു. उन्होंने कहा कि मेफिन मुझे आपके साथ बैठकर थोड़ी देर प्रार्थना करना है. എനിക്ക് മെഫിനെ നിന്റെ കൂടെ ഇരുന്ന് അല്പനേരം പ്രാർത്ഥിക്കണം. मैंने बोला क्या वो मुझे ऑपरेशन थिएटर में लेके जा रहे हैं क्या? ഞാൻ ചോദിച്ചു, എന്നെ എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാന്നോ? मैं बिल्कुल विश्वास नहीं करता था. ഞാൻ പ്രാർത്ഥനയിലോ ദൈവിക കാര്യങ്ങളിലോ ഒരു വിശ്വാസവും വെക്കുന്ന मैंने ആളല്ല. बाइबल उठा के फेंक दिया था. എന്റെ ബൈബിൾ ഞാൻ എടുത്തെറിഞ്ഞായിരുന്നു. मैं यीशु नहीं बोलता था. ഞാൻ യേശു എന്ന വാക്കിന്റെ അധരത്തിൽ ഉച്ചരിക്കത്തില്ലായിരുന്നു. लेकिन फिर भी वो पास्टर को रेस्पेक्ट करते हुए मैं उस कमरे में जाके बैठा. എന്നാലും ആ ദൈവദാസൻ, ആ മനുഷ്യനെ ഞാൻ ആദരിച്ചുകൊണ്ട് ആ ദൈവദാസൻ വിളിച്ചതനുസരിച്ച് തന്റെ മുറിയിൽ പോയി. वो एक छोटा सा कमरा था, उसके अंदर मैं, मेरी मम्मी, पास्टर और उनकी वाइफ बैठे हुए थे. അവിടെ ഞാൻ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു, ആ ദൈവദാസനും ഭാര്യ ഉണ്ടായിരുന്നു. वो मेरे लिए प्रार्थना करने लगे. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो अन्य भाषा में प्रार्थना അവർ करने लगे. അന്യഭാഷയിൽ ദൈവത്തിന് वो चिल्ला चिल्ला के प्रार्थना करने लगे. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं उनको देख के हंस रहा था. ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തെ നോക്കി मैं ചിരിക്കുകയായിരുന്നു. बोल रहा था ये क्या हम नाटक कर रहे हैं. ഇതെന്തുവാണ്? ഞാൻ പരിഹസിക്കാൻ തുടങ്ങി. ये ड्रामा है ये सब. ഇതെല്ലാം और मेरे വെച്ചുകെട്ടാണ്. अंदर एक आवाज आ रहा था, मेफिन पिघलना नहीं है, पिघलना नहीं है, पिघलना नहीं है. എന്റെ ഉള്ളിൽ ഒരു ശബ്ദം വരികയാണ്, മെഫിൻ നീ വിട്ടുകൊടുക്കരുത്, നീ വിട്ടുകൊടുത്ത്, നീ ഇങ്ങനെ കടിച്ചു പിടിച്ച് കഠിനമായി തന്നെ ഇരിക്കുക. अपने मन को कठोर रखना. നിന്റെ മനസ്സിനെ मैं കാഠിന്യപ്പെടുത്തിയിരിക്കുക. बार बार अपने आप को वही चीज बोल रहा ഞാൻ था. എന്നോട് തന്നെ പോവാ, നീ ഇതിൽ ചാഞ്ഞു പോകരുത്, നീ ഇതിന് വിട്ടുകൊടുക്കരുത്. अचानक पे पास्टर ने पूछा, मेफिन आपका बाइबल कहाँ है? എന്റെ പാസ്റ്ററിനോട് ചോദിക്കുകയാണ്, മെഫിന്റെ ബൈബിൾ എന്ത് ചെയ്യും? मैंने बोला मेरे पास कोई बाइबल नहीं है. ഞാൻ പറഞ്ഞു, എന്റെ ബൈബിൾ ഒന്നും. मेरी मम्मी जैसे मानो एक छोटे बच्चे खुश होते हैं वैसे उठकर जाकर जो बाइबल को मैंने फेंका था वो बाइबल को उठाकर लेके आके मेरे हाथ में ഈ दिया. ദൈവദാസൻ പറഞ്ഞതനുസരിച്ച് എന്നെ അമ്മ സന്തോഷത്തോടെ ഓടിപ്പോയി. ഞാൻ എറിഞ്ഞ ആ ബൈബിൾ എടുത്ത് ഇവിടെ കൊണ്ടു തന്നു. और मेरे हाथ में देकर कहा कि मुझे विश्वास था कि एक दिन तू इस बाइबल को लेगा. എന്റെ അമ്മേനോട് പറഞ്ഞു, എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു ദിവസം നീ ഈ ബൈബിൾ കരത്തിലേന്തു. जिस दिन से मैंने बाइबल को फेंका उसी बाइबल को मेरी मम्मी उठाकर चलने लगी. ഏത് ദിവസം വീട്ടിൽ എന്റെ ബൈബിൾ ഞാൻ എറിഞ്ഞു കളഞ്ഞു, ആ ബൈബിൾ എന്റെ മമ്മി സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. और जैसे ही मैंने बाइबल को खोला मैं रोने लगा. ഈ ബൈബിൾ ദൈവദാസൻ പറഞ്ഞതനുസരിച്ച് എന്റെ അമ്മ ഈ ബൈബിൾ എന്റെ കൈ കൊണ്ടുവന്നപ്പോൾ, ഈ ബൈബിൾ കരത്തിൽ പിടിച്ച് തുറന്നപ്പോഴേ എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. परमेश्वर के दास ने बोला तू एफिशियन का पुस्तक पढ़. എഫെസ്യ ലേഖനം വായിക്കാൻ ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു. मैंने बोला मैं नहीं पढ़ूंगा. ഞാൻ വായിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. उनके रिक्वेस्ट करने के बाद मैंने एफिशियंस का पुस्तक खोला. താൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ബൈബിൾ തുറന്ന് എഫെസ്യ ലേഖനം എടുത്തു. पहला अध्याय मुझसे पढ़ने के लिए कहा. എന്നോട് ഒന്നാം അധ്യായം വായിക്കാൻ പറഞ്ഞു. पहला वचन को मैंने पढ़ा. ഒന്നാം വാക്യം വായിച്ചു. दूसरे वचन को पढ़ा. രണ്ടാം വാക്യം വായിച്ചു. तीसरे वचन को मैंने पढ़ा. മൂന്നാം വാക്യം വായിച്ചു. चौथे वचन पे जब मैं पहुंचा നാലാം വാക്യത്തിൽ ഞാൻ എത്തിയപ്പോൾ वहां पे एक फ्रेज लिखा हुआ था इस प्रकार से, അവിടെ ഒരു പ്രയോഗം ഇപ്രകാരം ഞാൻ കണ്ടു. God chose us. ദൈവം ലോക സ്ഥാപനത്തിന് മുൻപ് നമ്മെ തെരഞ്ഞെടുത്തു. मेरा मन पूरी तरह से टूट गया और मैं बहुत ज्यादा रोने लगा. അതുവരെ കഠിനമാക്കിയിരുന്ന എന്റെ കല്ലുപോലുള്ള ഹൃദയം ആ വചനത്തിന്റെ മുൻപിൽ പിടിച്ചു നിർത്തിയതുപോലെ തകർന്നുടയാൻ തുടങ്ങി. अंदर से आवाज आने लग गया, मेफिन तू ऐसा कैसे हो गया? എന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം വരിക, നീ ഇങ്ങനെ വിട്ടുകൊടുക്കരുത്, നീ കരയരുത്. मेरे अंदर से आवाज आ रहा था, मेफिन तूने अपने लाइफ को क्यों खराब कर दिया? എന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വന്നു, അതിനെ എതിർക്കുന്ന ഒരു ശബ്ദം വന്നു, നിന്റെ ജീവിതത്തെ നീ ഇങ്ങനെ എന്തിനാ പാഴാക്കിയത്? क्यों ऐसा खराब कर दिया? നീ നിന്റെ ജീവിതത്തെ ഇങ്ങനെ എന്തിനാ മോശമായി मेरे अंदर അയച്ചത്? एक वैक्यूम था कि कोई मुझसे प्यार नहीं करता. എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നുള്ള ഒരു ശൂന്യത എന്റെ ഉള്ളിലുണ്ടായിരുന്നു. सब मेरा यूज कर रहे हैं, मेरा मजाक बनाते हैं, मेरा सच्चाई में मेरे साथ कोई नहीं रहता करके मेरे अंदर एक बहुत बड़ा बोझ दबा हुआ था. എല്ലാരും എന്നെ ഉപയോഗിക്കുന്നു, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. എന്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു മുറിവ് लेकिन उस दिन मैंने परमेश्वर का वचन पढ़ा कि परमेश्वर ने मुझे चुना है. അന്ന് ഞാൻ ആ വചനം വായിച്ചപ്പോൾ എന്റെ ഉള്ളിൽ അത് തീനാളം പോലെ കത്തുവാനിടയായിത്തീരുന്നു. ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവം എന്നെ തെരഞ്ഞെടുത്തുവല്ലോ. और मैं रोने लगा बहुत ज्यादा. ഞാൻ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. पास्टर ने मुझसे बोला एक बार यीशु बोल. ഒരിക്കൽ യേശു എന്ന് നിന്റെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങി. प्रार्थना में बैठना ठीक था, പ്രാർത്ഥിക്കാനും കുഴപ്പമില്ലായിരുന്നു, बाइबल पढ़ना ठीक था, ബൈബിൾ വായിച്ചു അതും കുഴപ്പമില്ല. यीशु मैं नहीं बोलूंगा. യേശു എന്ന നാമം ഞാൻ വായ കൊണ്ട് बार बार ചെയ്തായിരുന്നു. बोल रहे थे, मैं फिर एक बार यीशु बोल, एक बार यीशु बोल. ഒരിക്കൽ നീ വാ തുറന്ന് യേശുവെ എന്നൊന്ന് വിളിച്ച് ദൈവദാസനെ നിർബന്ധിക്കാൻ തുടങ്ങി. एक बार सिर्फ यीशु बोल, सब ठीक हो जाएगा. ഒരു പ്രാവശ്യം യേശുവെ ഒന്ന് വിളിച്ചാൽ മതി, നിന്റെ ജീവിതത്തിലേക്ക് മാറ്റം വരും. मैं उनको रेस्पेक्ट करते हुए अपने मुंह से यीशु बोलने का ट्राई करने लगा. അതുവരെ ഞാൻ ഒരിക്കലും ഉച്ചരിക്കത്തില്ലെന്ന് പറഞ്ഞ യേശുവിന്റെ നാമം ആ ദൈവദാസന്റെ നിർബന്ധ നിമിത്തം ഞാൻ പറയാൻ ശ്രമിച്ചു. मैं कोशिश कर रहा था लेकिन ऐसा लग रहा था किसी ने मेरे गले को पकड़ के रखा है और मेरे मुंह से यीशु नहीं निकल रहा था. ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരോ എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതുപോലെ യേശു എന്ന നാമം
നാമം എന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു वो സ്ഥിതിയിലായി. मुझे फोर्स कर रहे हैं, मैं फिर एक बार बोलना, एक बार बोल यीशु करके। യേശു എന്ന് നീ നാവ് തുറന്ന് പറ എന്ന് പറഞ്ഞിട്ടും എനിക്ക് സാധിക്കാതെ मेरे പോവുകയാ. मुंह से वो यीशु नहीं निकल रहा था, വായിൽ നിന്ന് അത് പുറത്തു വരുന്നില്ല. लेकिन 2 साल बाद 2 വർഷം കഴിഞ്ഞ് मैंने यीशु करके उस दिन चिल्लाया। അന്ന് 2 വർഷം ഞാൻ യേശുവിനെ വിളിക്കാത്ത ഞാൻ അന്ന് വാ തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ ഇടയായി. मैं बार बार यीशु 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 करके पुकारने लगा। യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ഞാൻ യേശു കർത്താവിന്റെ നാമം ഏറ്റുചൊല്ലാൻ मुझे ഇടയായി. पता नहीं मैं क्या करूं, लेकिन मेरे मुंह से सिर्फ एक ही नाम निकल रहा था, यीशु 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 करके। എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ പിന്നെ എന്റെ വായിൽ നിന്ന് യേശു കർത്താവിന്റെ നാമം അത് വാ തോരാതെ പറയാൻ और തുടങ്ങി. मानो मेरे को उस दिन महसूस हो रहा था कि पूरा स्वर्ग नीचे उतरकर मुझे बचाने के लिए नीचे आ गया है മുഴുവൻ करके। സ്വർഗം ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വന്നതായിട്ട് ആ നിമിഷം ഞാൻ അനുഭവപ്പെട്ടു. परमेश्वर के प्रेम को मैंने उस दिन जाना। ദൈവ സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുന്നതായി ഞാൻ मैं അനുഭവപ്പെട്ടു. बहुत ज्यादा चिल्ला चिल्ला के यीशु यीशु करके बोलने लगा। ഞാൻ ഉറക്കെ നിലവിളിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ और സമർപ്പിക്കാൻ पवित्र आत्मा मेरे ऊपर उतर के आया പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. और मैं अन्य भाषा में प्रार्थना करने लगा। ആ നിമിഷം അന്യഭാഷയിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. आज 5.5 साल हो गया 5.5 വർഷമായി ഇന്ന് मैंने ड्रग्स को छुआ। ये അന്ന് ഞാൻ വിട്ടതാണ്. പിന്നെ മയക്കമരുന്നോ മദ്യമോ ഞാൻ തൊട്ടിട്ടില്ല. मैं ऐसा नहीं बोलूंगा मैंने नहीं छुआ, मैं हमेशा ये बोलूंगा मेरे परमेश्वर की दया के वजह से एक एक दिन उसने मुझे आज तक चलाया। ഞാൻ തൊട്ടില്ലെന്ന് ഞാൻ പറയുകയല്ല, അതിലപ്പുറമായി അവിടുത്തെ വലിയ കൃപയാൽ ഓരോ ദിവസവും അതിനെ തള്ളിയിട്ട് മുന്നേറുവാൻ എനിക്ക് കർത്താവ് കൃപ തരികയാണ്. मैंने जिन पे विश्वास किया तो उन्होंने मेरा साथ छोड़ दिया। ഞാൻ വിശ്വസിച്ച പോലെ എന്നെ കൈവിട്ടു. मैंने जिनको अपना माना था उन्होंने मेरा साथ छोड़ दिया। ഞാൻ എന്റെ സ്വന്തം എന്ന് കരുതിയവർ എന്നെ തള്ളിക്കളഞ്ഞു. मेरे परिवार वालों ने बोला ये वापस कभी लौट के नहीं आएगा। എന്റെ കുടുംബക്കാരനോട് പറഞ്ഞു ഇവൻ ഒരിക്കലും മടങ്ങി വരത്തില്ല. मेरे दोस्तों ने बोला ये मर जाएगा लेकिन नशे के बिना कभी नहीं जी सकता। ഇവൻ മരിച്ചാലും ഈ മയക്കമരുന്ന് വിട്ട് ഇവനൊരു ജീവിതമില്ലെന്ന് എന്റെ കൂട്ടുകാര് പറഞ്ഞു. मेरे बचपन के दोस्त ने बोला कुत्ते का पूंछ कभी सीधा नहीं होगा। എന്റെ ചെറുപ്പത്തിലെ സ്നേഹിതൻ പറഞ്ഞു ഒരു നായിയുടെ വാൽ ഒരിക്കലും നേരെ ആകാത്തോളൂ, നീ ഒരിക്കലും നേരെ ആകത്തില്ല. 5.5 साल हो 5.5 വർഷമാകുന്നു ഇന്ന്. ये परमेश्वर की दया है, കർത്താവിന്റെ വലിയ കൃപ, परमेश्वर की दया है। എന്റെ കർത്താവിന്റെ വലിയ കരുണ. मेरी औकात नहीं है, എന്റെ യോഗ്യത मेरी ഒന്നുമല്ല, लायकात नहीं है, എന്റെ ജീവിതത്തിന്റെ എന്റെ ശ്രേഷ്ഠത लेकिन उस ഒന്നുമല്ല. परमेश्वर के महान प्रेम ने അവിടുത്തെ ആ നിസീമമായ സ്നേഹം मेरे जीवन को बदल के रख दिया। എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. जब मैं ये परिस्थिति से होके गुजर रहा ഈ था, സാഹചര്യത്തിൽ കൂടി ഞാൻ പോയപ്പോൾ इसके साइमल्टेनियसली एक बात होके गुजर रहा था। എന്റെ ജീവിതത്തിൽ മറ്റൊരു കാര്യം ഇതിനോട് സമാനമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. जितना मैं परमेश्वर से दूर हो रहा था, मेरी मम्मी मेरे लिए प्रार्थना करे जा रही थी। എത്രമാത്രം ഞാൻ കർത്താവിൽ നിന്ന് ദൂരെയാകുകയായിരുന്നു അത്രമാത്രം എന്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. मैं नशे में घर पे पहुंचता था, मेरी मम्मी रात भर मेरे सर पर हाथ रख के प्रार्थना ഞാൻ करती थी। മയക്കമരുന്ന് അടിച്ച് വീട്ടിൽ ബോധം കെട്ടവനായി വന്ന് കിടക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ എന്റെ തലയ്ക്കൽ വന്ന് കൈവച്ച് എനിക്ക് വേണ്ടി കണ്ണുനീരോടെ എന്റെ മാതാവ് പ്രാർത്ഥിച്ചു. कपड़े धोते वक्त मेरे बच्चे को बचा, सब्जी बनाते वक्त मेरे बच्चे को बचा, काम करते वक्त मेरे बच्चे को बचा। सिर्फ एक प्रार्थना मेरी मम्मी दिन रात करती रही। രാവും പകലും തുണി കഴുകുമ്പോഴും അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അമ്മയുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒറ്റ പ്രാർത്ഥനയുള്ള എന്റെ മകനെ രക്ഷിക്കണമേ. 21 दिन का उपवास किया, 40 दिन का उपवास किया, कोई उत्तर नहीं मिला। 21 40 ദിവസം ഉപവസിച്ചു. എത്രയോ ഉപവാസങ്ങൾ നടത്തിയിട്ടും ഒരു ഉത്തരവും പ്രത്യക്ഷത്തിൽ लास्ट കണ്ടില്ല. में घुटना टेक कर मम्मी ने कहा, അവസാനം മുട്ടുകുത്തിയിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, मेरे परमेश्वर से कहा जब तक आप मेरे बच्चे को नहीं देती तब तक मैं घुटना टेक कर उपवास करती रहूंगी। എന്റെ അമ്മ എങ്ങനെ പറഞ്ഞു, എന്ന് വരെ എന്റെ മകന്റെ ജീവിതത്തിൽ ഒരു ആത്മിക വിടുതൽ കാണുന്നില്ല അന്ന് വരെ ഞാൻ മുട്ടുകുത്തി ഞാൻ വാതോരാതെ പ്രാർത്ഥിക്കും. मेरी मम्मी डायबिटिक पेशेंट है, एक टाइम का खाना खाकर उन्होंने उपवास शुरू किया। എന്റെ അമ്മ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, എന്നാൽ ഒരു നേരം ആഹാരം കഴിച്ച് എന്റെ വിടുതൽ എന്റെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. 107 दिन मेरी मम्मी ने प्रार्थना किया। 107 ദിവസം എനിക്ക് വേണ്ടി എന്റെ അമ്മ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. प्रार्थना करने वाली अगर माँ हो तो, എന്നെ കേൾക്കുന്ന കരയുന്ന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ, प्रार्थना करने वाली माँ अगर यहाँ पे बैठे होंगे तो പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ഞാൻ പറയട്ടെ, आपके बच्चे के जीवन को वो परमेश्वर
परमेश्वर सही कर सकता है। നമ്മുടെ കർത്താവ് എത്ര തലതിരിഞ്ഞു പോയ തല തെറിച്ചു പോയ സന്തതിയുടെയും ജീവിതത്തെ മാറ്റിമറിച്ച് അത്ഭുതത്തിന്റെ ഉപകരണമാക്കി മാറ്റാൻ കഴിയും. आपके परिवार को देखकर लोग बोलते होंगे, अरे इसका जीवन, इसका बच्चा तो नाश हो गया, अब कुछ नहीं होगा। लेकिन मैं गवाही के समान खड़े रहकर आपको कहना चाहता हूँ, अवस्थाओं को बदलने वाला मेरा परमेश्वर आज भी जीवित है। നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ തലമുറയെ നോക്കി നാട്ടുകാർ, വീട്ടുകാർ, ചുറ്റുമുള്ളവർ പറയും, ഈ സന്തതി, ഈ പൈതൽ, നിന്റെ തലമുറ ഒരിക്കലും ഗതിപിടിക്കത്തില്ലെന്ന്. പക്ഷേ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. यहाँ पे कोई भी जवान यहाँ पे बैठा है, मन टूटा हुआ है, भविष्य खत्म लग रहा है, क्या करे, कैसे जाए, कुछ नहीं पता चल रहा, मैं आपको कहना चाहता हूँ, परमेश्वर अवस्थाओं को बदलने वाला परमेश्वर है। എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരിൽ ആരെങ്കിലും മനസ്സ് തകർന്നവരായി, ഹൃദയം ക്ഷീണിച്ചവരായി, സ്വപ്നങ്ങൾ ഉടഞ്ഞവരായി, മുറിവേറ്റവരായി എന്നെ കേൾക്കുന്നെങ്കിൽ, സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ രേഖകളെ തിരുത്തി എഴുതാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. आपके जीवन को देखकर लोग हंसते होंगे, बोलते होंगे इसका अब कुछ नहीं होगा, लेकिन मैं कहना चाहता हूँ, जिसने मेरे जीवन को बदला वो परमेश्वर आज भी सक्षम है, आपके जीवन को वो बदल सकता है। നിങ്ങളെ നോക്കി അനേകർ പരിഹസിച്ച് എഴുതി തള്ളുന്നുണ്ടായിരിക്കും, പക്ഷെ എന്റെ ജീവിതത്തെ മാറ്റിയ കർത്താവ് നിങ്ങളെയും മാറ്റുവാൻ ഇന്ന് രാത്രിയിൽ ശക്തനാണ്. क्यों ना अपने आंखों को एक बार बंद करें। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളും അടച്ചാലും. आपके जीवन में भी बहुत सवालों के साथ आज शाम के समय बैठे ഈ होंगे। സന്ധ്യാസമയം ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരവുമായി നിങ്ങളോട് ഇരിക്കുമായിരിക്കും. परमेश्वर, मैंने आपके वचन को उठाया, मैंने आपके बारे में प्रचार किया, आपको प्रार्थना किया, क्यों मेरा जीवन ऐसा हो गया? एक सवाल के साथ आप घिरे होंगे। നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, ഞാൻ വചനം എടുത്തു, പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ചു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് ഭവിക്കുന്നു? क्यों मेरा लाइफ टूटा हुआ है? क्यों सबका लाइफ अच्छा होते समय में मेरा जीवन क्यों टूटा हुआ है? എല്ലാവരുടെ ജീവിതം ഗതി പിടിക്കുമ്പോൾ എന്തിനാണ് എന്റെ ജീവിതം ഉടഞ്ഞു തകരുന്നത്? लेकिन मैं आपको आज प्रोत्साहन देना चाहता हूँ। ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ആഹ്വാനം, ഒരു ഉത്തേജനം നൽകട്ടെ. मेरे पास देने के लिए सोना चांदी नहीं है, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല. लेकिन वो यीशु का नाम आपको देता हूँ। പക്ഷെ എന്നെ മാറ്റിയ യേശുവിന്റെ നാമം ഞാൻ കൈമാറാൻ यीशु का नाम काफी है। നിങ്ങളുടെ ജീവിതത്തെ എഴുതി മാറ്റുവാൻ കഴിവുള്ള നാമമാണ് യേശുവിന്റെ നാമം. आकाश के नीचे पृथ्वी के ऊपर केवल एक ही नाम है। ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിപ്പാൻ ഏക നാമം നമ്മുടെ मानव കർത്താവിന്റെ നാമം. जाति को बचाने के योग्य सिर्फ एक ही नाम है। മനുഷ്യകുലത്തെ വിടുവിക്കാൻ കഴിവുള്ള ഒരേ ഒരു നാമം. आपके टूटे हुए परिवार को सही करने के लिए सिर्फ एक ही नाम है। നിങ്ങളുടെ തകർന്നിരിക്കുന്ന കുടുംബത്തെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു നാമം. आपके टूटे हुए भविष्य को सही करने के लिए सिर्फ एक ही नाम है। നിങ്ങളുടെ തകർന്ന ഭാവിയെ वो यीशु ചൊവ്വാക്കാൻ का नाम കഴിവുള്ള है। നാമം അത് യേശുവിന്റെ वो നാമമാണ്. यीशु का नाम। അത് യേശുവിന്റെ നാമമാണ്. परमेश्वर, हम आपकी ओर देखते हैं, കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. उस प्रेम के लिए धन्यवाद। ആ സ്നേഹത്തിന് നന്ദി കർത്താവേ. जब हम योग्य नहीं थे, ഞങ്ങൾ അയോഗ്യരായിരുന്നപ്പോൾ, जब हमारी कोई औकात नहीं थी, ഞങ്ങളുടെ ഒരു മഹിമയും ശ്രേഷ്ഠതയില്ലാഞ്ഞപ്പോൾ, फिर भी आपने हमसे प्रेम किया। ഞങ്ങളുടെ ആ താഴ്ചയിൽ ഞങ്ങളെ സ്നേഹിച്ച നാഥനെ, ये सौभाग्य प्रभु जी, हमने आपको जाना है। അവിടെ അങ്ങേ അറിഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. हम अपने आप को आपके हाथ में समर्पित, അവിടുത്തെ ബലമുള്ള കയ്യിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. हमारे जीवन को आपके हाथ में समर्पित। ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഇവിടുന്ന് മഹത്വം എടുക്കണം. आपने हमारी प्रार्थना सुनी, इसलिए धन्यवाद। ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. यीशु नासरी के नाम से, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. आमीन। ആമേൻ, ആമേൻ. സ്തോത്രം. 2016 को मैंने बाइबल उठा के फेंक दिया था। 2016 ഈ ബൈബിൾ എടുത്ത് ഞാൻ എറിഞ്ഞ വ്യക്തിയാണ്. 2022 को परमेश्वर ने बाइबल ट्रांसलेशन के लिए बुलाया मुझे। 2022 ഈ വചനത്തിന്റെ തർജ്ജിമയ്ക്ക് ഒരു ശുശ്രൂഷകനാക്കി ദൈവം എന്നെ വേർതിരിച്ചു. मेरा ऑफिस मुझे एक ही काम बोला है, എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ. जिनके पास बाइबल नहीं उनके पास बाइबल पहुंचाना है। ഏതൊക്കെ ഭാഷയിൽ തിരുവെഴുത്തില്ല ആ ഭാഷയിലേക്ക് തിരുവെഴുത്ത് തർജ്ജിമ ചെയ്യുക. परमेश्वर अवस्थाओं को बदलता है। കർത്താവ് സാഹചര്യങ്ങളെ, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. प्रभु आप सबको बहुत आशीष। കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.